Here we are going to learn volumes and nets. We have already learned areas and perimeter and area. Now we are going to discuss volumes and nets. Okay. What is volume? We know area. First we have learned length, breadth, then rectangle, perimeter, then area. ഒരു പ്ലെയിൻ ഫേസിൻ്റെ പ്ലെയിനിൻ്റെ മുഴുവൻ സ്ഥലത്തും കവർ ചെയ്യുന്ന സ്ഥലത്തിനെയാണ് എന്താ പറയുക, ഏരിയ എന്ന് പറയുക. ബട്ട് കപ്പാസിറ്റി ഓർ വോളിയം ഈസ് ദ എമൗണ്ട് ഓഫ് സ്പേസ് ഇൻസൈഡ്. അപ്പോൾ ഒരു ഗ്ലാസ് ആണ്, ഗ്ലാസിൻ്റെ ഉള്ളിൽ കൊള്ളുന്നത്. ഇൻസൈഡ് എനിത്തിങ് ഇൻസൈഡ് ആൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ദ വോളിയം. അപ്പോൾ നമ്മൾ വോളിയം എങ്ങനെയാണ് മെഷർ ചെയ്യുക, എന്തൊക്കെയാണ് നമ്മളതിന് മെഷർമെൻറ്റ് വേണ്ടെന്ന് നോക്കാം. അതിൻ്റെ മെഷർമെൻറ്റ്, അതായത് യൂണിറ്റ്സ് എന്തൊക്കെയാണ്. ഇപ്പോൾ സ്മോൾ ഷുഗർ ക്രിസ്റ്റൽ, ചെറിയ ഷുഗർ ക്രിസ്റ്റൽ വരെ എത്ര വോളിയം ഉണ്ടെന്ന് നമുക്ക് അതിൻ്റെ മൈക്രോ മെഷർമെൻറ്റ് വെച്ചിട്ട് പറയാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ക്യൂബിക് മീറ്റർ. എന്താണ് ക്യൂബിക് മീറ്റർ? ക്യൂബിക് മില്ലിമീറ്റർ ആൻഡ് ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്യൂബിക് എന്ന് പറയാൻ കാരണം എന്താ പറയുക, സ്ക്വയർ സെൻറ്റിമീറ്റർ. ഏരിയ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സ്ക്വയർ മീറ്റർ, സ്ക്വയർ സെൻറ്റിമീറ്റർ. അതായത് 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയാണ് ക്യൂബിക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഷുഗർ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ വെരി സ്മോൾ. ഇൻ ടെക്സ്റ്റ് ബുക്ക് ഇറ്റ് ഈസ് വളരെ ചെറുതായിരിക്കും അല്ലേ, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ആ ചെറിയ സാധനത്തിൻ്റെ നല്ല ഷേപ്പാണ്, എന്തിൻ്റെ ക്യൂബ് ഷേപ്പായിരിക്കും അല്ലേ, ക്യൂബിക്കൽ ഷേപ്പാണ്. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ ഉണ്ടാവും. സോ അത് ഏത് മെഷർമെൻറ്റിനാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? മില്ലിമീറ്റർ. സോ ക്യൂബിക് മില്ലിമീറ്ററാണ് അത് മെഷർ ചെയ്യാൻ എടുക്കുക. അതേസമയം ഒരു ബോക്സൊക്കെ, നിങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സൊക്കെ അല്ലേ, അതിൻ്റെ ലെങ്ത്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ്. സപ്പോസ് ഇറ്റ് ഈസ് ദ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, ഇത് ഈ ഷേപ്പിലല്ലേ ഉണ്ടാവുക. ലെങ്ത്ത് ഇതാണ്, ബ്രെഡ്ത്ത് ഇതാണ്, ആൻഡ് ഹൈറ്റ്. ഓക്കെ, ലെങ്ത്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ്. അങ്ങനെ 3 മെഷർമെൻറ്റ് നോക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? അത് ഇപ്പോൾ ബോക്സ് ആണെന്ന് കരുതാം. സപ്പോസ് യു ഹാവ് എ ബോക്സ് ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് ലെങ്ത്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ്. ഓക്കെ, സോ ഇങ്ങനെ 3 മെഷർമെൻറ്റ്. അപ്പോൾ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക, അതാണ് ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കും ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ്. ഇനി വളരെ വലിയ ട്രങ്ക് പെട്ടിയില്ലേ, വലിയത്, അത് മീറ്റേഴ്സ് വരും. ട്രങ്ക് മീൻസ് ഇറ്റ് ഈസ് വെരി ബിഗ്. സോ ദാറ്റ് വിൽ ടേക്കൺ മീറ്റേഴ്സ്. സോ മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ. അപ്പോൾ ക്യൂബിക് മീറ്ററാണ് അതിന് വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 മെഷർമെൻറ്റ് ഉണ്ടാവും. ഇനി വോളിയം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ക്യൂബോയിഡ്സ്. അപ്പോൾ ക്യൂബോയിഡ്, ഇതൊരു ക്യൂബോയിഡാണ്. ഓക്കെ, ക്യൂബോയിഡാണ്. ഇതിന് എത്ര? This is a cuboid. It is in the shape of a cuboid and it have length, breadth and height. And ഇതിന് എത്ര ഫേസസ് ഉണ്ടെന്ന് നോക്കാം. How many faces are there for a cuboid? 6 faces will be there. 1, 2. 2 ഓപ്പോസിറ്റ് ഫേസ്, പിന്നെ ഈ 2 ഓപ്പോസിറ്റ് സൈഡ്, പിന്നെ മുകളിലും താഴെയുള്ള ഫേസ്. സോ ദർ വിൽ ബി 6 ഫേസസ്. ഓക്കെ, അതിൻ്റെ ഫേസിൻ്റെ ഇതെന്തായിരിക്കും, ഷേപ്പ് എന്തായിരിക്കും? റെക്റ്റാങ്കിൾ. ഇറ്റ് വിൽ ബി ഇൻ റെക്റ്റാങ്കിൾ. ഇനി ഇത് സ്ക്വയർ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. നമ്മളുടെ ക്യൂബൊക്കെ അല്ലേ, ക്യൂബ് നമ്മൾ കളിക്കുന്ന ഒരേ കളറാക്കുന്ന പാറ്റേണൊക്കെ വരുന്ന ക്യൂബല്ലേ, റുബിക് ക്യൂബ്. അപ്പോൾ ക്യൂബൊക്കെ എന്തായിരിക്കും? സെൻറ്റിമീറ്റർ, അതായത് സൈഡൊക്കെ സ്ക്വയറിൻ്റെ ഷേപ്പിലായിരിക്കും. സോ ഇറ്റ് വിൽ ബി അതിൻ്റെ ഓരോ ഫേസും സ്ക്വയർ ആയിരിക്കും. അതിനും അതേ സെയിം തന്നെയാണ്, ഇത്രയേ ഉണ്ടാവുള്ളൂ എന്ന് മാത്രം. ഇതും ഓൾ ദീസ് ഫേസസ് വിൽ ബി മെഷേഴ്സ് വിൽ ബി സെയിം. ലെങ്ത്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് വിൽ ബി സെയിം ആയിരിക്കും. That is in square shape. Okay, that also have 6
ഫേസസ് 6 ഫേസസ് ഉണ്ടാവും. ആ 6 ഫേസസിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? റെക്റ്റാങ്കിൾ ആയിരിക്കും. ഓക്കെ. ഐസ് ക്യൂബും അതേപോലെ തന്നെ ഐസ് ക്യൂബ്. ഇനി ഇതിന് അപ്പോൾ എങ്ങനെയാണ് വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ പറഞ്ഞു എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് 3 മെഷർമെൻറ്റ് കൂടി ഇൻറ്റു ചെയ്യാനാണ് L ഇൻറ്റു B ഇൻറ്റു H ഈസ് ഈക്വൽ ടു വോളിയം. സപ്പോസ് യു ഹാവ് ഗിവൺ വോളിയം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് കരുതുക. യു ആർ നോട്ട് ഗിവൺ ലെങ്ത്, ബ്രെഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ വോളിയം ബൈ ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇങ്ങനെ ഏതെങ്കിലും ചെയ്യണമെങ്കിൽ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഇത് ഏതെങ്കിലും ക്യൂബോയിഡിനെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വോളിയം കൊണ്ട് തന്നിട്ടുള്ള മെഷേഴ്സിൻ്റെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ. സപ്പോസ് യു വാണ്ട് ടു ഫൈൻഡ് ബി കണ്ടുപിടിക്കണം. യു നോ L and H. L H അറിയോ, വോളിയം അറിയോ. സോ വോളിയം ബൈ L ഇൻറ്റു H. സപ്പോസ് യു വാണ്ട് ടു ഫൈൻഡ് H. L and B is given. So volume also given. Volume by L into B. അപ്പോൾ തന്ന മെഷേഴ്സിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ദ മെഷർ യു വിൽ ഗെറ്റ് വിച്ച് യു ആർ നോട്ട് ഗിവൺ. ഓക്കെ. ദെൻ ഒരു എക്സാമ്പിൾ ഉണ്ട്. വോളിയം ഈസ് ഈക്വൽ ടു 100 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ക്യൂബിക് സെൻറ്റിമീറ്റർ ആൻഡ് വോളിയം ഈസ് ഗിവൺ and length is 5 and breadth is L is equal to 5, breadth is equal to 4 centimeter. So what will be the height? H is equal to V by L. V by L. 100 by 4 into 5. 100 by 20. 100 by 20 into divided by we will get 5. So H is equal to 5 centimeter. H is equal to 5 centimeter. എന്നെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഇത് നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഏരിയ വോളിയം ഒക്കെ കണ്ടുപിടിക്കുന്ന അത്രയും വോളിയം ഉള്ള സ്ഥലത്ത് എന്തെങ്കിലും വർക്ക് ചെയ്യണമെന്ന് വരുന്നത്. അപ്പോൾ ആ വർക്ക് ചെയ്യാൻ നമുക്ക് എത്ര കോസ്റ്റ് വരും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്. ഒരു വോൾ ഉണ്ടാക്കണം. അപ്പോൾ വോളല്ല, അതേപോലെ അതിങ്ങനെ കെട്ടി ഒരുമിച്ചിട്ട് നമ്മൾ തിണ്ണയൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ലെങ്ത്ത് അറിയാം, ബ്രെഡ്ത്ത് അറിയാം, ഹൈറ്റ് അറിയാം. തന്നിട്ടുണ്ട് ഒരു ബ്രിക്സ് പാവണമെന്ന് കരുതണം. അപ്പോൾ അങ്ങനെയൊക്കെ എത്ര ബ്രിക്സ് വേണം എന്ന് നോക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? വോളിയം ഓഫ് ദ നമുക്ക് തന്നിട്ടുള്ള ആ വോളിൻ്റെ വോളിയത്തിനെ ഒരു ബ്രിക്കിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒരു ബ്രിക്കിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. സപ്പോസ് യു ആർ ഗിവൺ wall length എത്രയാണ്? 12 meter and 60 meter 60 centimeter 3 meter. No, 60 meter and 3 meter. ഇങ്ങനൊരു സംഭവമുണ്ട്. 12 meter ലെങ്ത്ത്, 60 centimeter വൈഡ്, വീതി കുറവായിരിക്കുമല്ലോ, 3 meter ഹൈറ്റ്. ഇത് സെൻറ്റിമീറ്റർ ആയിട്ടല്ല കേട്ടോ, ഇത് കൂടുതൽ പറഞ്ഞത്. ആൻഡ് ബ്രിക്സിൻ്റെ മെഷർമെൻറ്റ് എന്തൊക്കെയാണെന്ന് അറിയോ? ബ്രിക്സ് ഒരു ബ്രിക്കിൻ്റെ ലെങ്ത്ത് 25 centimeter ആണ്, പിന്നെ ബ്രെഡ്ത്ത് 15 centimeter ആണ്, ഹൈറ്റ് 10 centimeter ആണ്. അപ്പോൾ നിങ്ങൾക്ക് യു വാണ്ട് ടു ഫൈൻഡ് ഹൗ മെനി ബ്രിക്സ് യു നീഡ്. You want to find volume of the wall and volume of the brick. പക്ഷേ നമുക്കൊരു കാര്യമുണ്ട്. ഹിയർ വി ആർ ഗിവൺ മീറ്റർ ആൻഡ് ഹിയർ വി ആർ ഗിവൺ സെൻറ്റിമീറ്റർ. സോ ഇതൊക്കെ സെൻറ്റിമീറ്റർ ആണ്. സോ വി വാണ്ട് ടു ചേഞ്ച് ദിസ് ഇൻ ടു സെൻറ്റിമീറ്റർ ആൻഡ് ദിസ് ഓൾസോ ഇൻ ടു സെൻറ്റിമീറ്റർ. അപ്പോൾ 12 എന്നുള്ളത് മീറ്ററിന് സെൻറ്റിമീറ്റർ ആകുമ്പോൾ 1200 അല്ലേ, ഇൻറ്റു 100.
number of bricks needed is equal to volume of the wall. Volume of the wall divided by volume of the brick. 12 into 100 is 1200, that is 1200 into 60 centimeter itself. And this also centimeter, 300 centimeter. Okay, divided by 25 centimeter, 15 centimeter, 10 centimeter. നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഒരു ചെറിയ ആൻസർ കിട്ടും. നമുക്ക് ഏതായാലും കട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഹിയർ 6 times are 60. ഓക്കെ, 2 15 ആണ് 30 എന്ന് അറിയാലോ. അപ്പോൾ 2 വരും, 30 പോകുന്നു 0 ഉണ്ട്. ആൻഡ് 25 എത്ര 1200 എത്ര 25 ഉണ്ട്. 4 25 100ആണ്, 5 25 4 25 100ആണ്, ബാക്കി 20 ഉണ്ട്. 425 ചേർന്നാൽ 100 ആണ്, 525 ചേർന്നാൽ 125 ഉണ്ട്. അപ്പോൾ ഇവിടെ 20 റിമൈനിങ്, 200 425. ഓക്കെ, 44 into 2 88. അപ്പോൾ 880 into 6 5208. ഇത് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ കുറച്ചുകൂടി 5 കൊണ്ട് കട്ട് ചെയ്താൽ മതി. 5 5 25, 2 5 10, 20 4 20 0, 4 5 20, 8 5 40. So 48 into 6 into 20. $5,760 ആണ് വേണ്ടത്. ഇത് കാൽക്കുലേഷൻ ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പഠിക്കാം. ഇവിടെ ഞാൻ ചെയ്തത് 48 into 6 into 2 12 ആണെന്ന് പറയാം. 48 into 12 മാത്രം ഇവിടെ ചെയ്തത്. ഈ 0 ഞാൻ അവിടെ അവസാനം ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, സോ ഇനി പിന്നെ നെറ്റ്സ്. എന്താണ് നെറ്റ്സ് എന്ന് പറയാം? അപ്പോൾ ഒരു പ്ലെയിൻ ഷേപ്പാണ് ഇത്. ഡയമെൻഷനുള്ള ഇതിൻ്റെ ഉള്ളിലൊന്നും കൊടുക്കില്ല. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ ഇതൊക്കെ ആക്കിയെടുത്താൽ ശരിക്കും ഇങ്ങനെ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മളിങ്ങനെ മടക്കി കൊണ്ടുവന്നാൽ നമുക്ക് യു വിൽ ഗെറ്റ് യു ക്യാൻ മേക്ക് എ ബോക്സ് ലൈക്ക് ദിസ്. അപ്പോൾ ഇതാണ് എന്താ പ്ലെയിൻ ഫേസിനെ എന്താക്കി മാറ്റുക, സോളിഡ് ഷേപ്പാക്കിയിട്ട് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ 3D ഷേപ്പിനെ നമുക്ക് പ്ലെയിൻ ഫേസും ആക്കാം. പ്ലെയിൻ ഫേസിന് ഷേപ്പിനെ 3D ഷേപ്പ് ആക്കി മാറ്റാം. അപ്പോൾ നമ്മൾ എന്താണ് നെറ്റ് നോക്കുക. എ പ്ലെയിൻ 2-dimensional ഷേപ്പ് ക്യാൻ ബി ഫോൾഡഡ് ടു ഫോം 3D ഷേപ്പ് ഇസ് കോൾഡ് നെറ്റ്. അതിനാണ് നെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്ലെയിൻ ആണെന്ന് കരുതുക. അപ്പോൾ ഒരു പേപ്പർ എടുത്ത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഡ്രോയിങ് 3D ഷേപ്സ്, എങ്ങനെയാണ് 3D ഷേപ്സ് ചെയ്യാൻ നോക്കാം. ഇനി വ്യൂ ഓഫ് സോളിഡ്സ്. ഈ സോളിഡ്സിനെ തന്നെ നമുക്ക് പലതരത്തിലും പല ഭാഗത്തും നോക്കുമ്പോൾ പല ഷേപ്പിലാണ് പോകുക. ടോപ്പ് വ്യൂ ആണെങ്കിൽ ഇതിനെ ഇങ്ങനെ നോക്കുമ്പോൾ ഫ്രണ്ട് വ്യൂ എന്ന് പറയും. ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ സൈഡ് വ്യൂ എന്ന് പറയും. അതിൻ്റെ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ടോപ്പ് വ്യൂ എന്ന് പറയും. ഒക്കെ 3 തരത്തിലും ഏത് ഭാഗത്തുനിന്ന് നോക്കുന്നതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ വ്യൂ പറയുന്നത്. ആൻഡ് പിന്നെന്താണ് ഡ്രോയിങ് 3D ഷേപ്സ്. 3D ഷേപ്സ് എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം. ലിങ്ക് ഫസ്റ്റ് യു ക്യാൻ ഡ്രോ ഇഫ് യു വാണ്ട് ടു ഡ്രോ എ സ്ക്വയർ ബോക്സ്. ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ദെൻ പിന്നീട്
അപ്പോൾ ആദ്യം ഇത് വരയ്ക്കാം, പിന്നെ ഈ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തേർഡ് സൈഡ് ഫസ്റ്റ് ഈ 4 സൈഡ് ഇങ്ങനെ വരയ്ക്കാം, പിന്നെ ഇത് ജോയിൻ ചെയ്യാം, പിന്നെ ഇത് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇത് വേറൊരു ഈസി മെത്തേഡുണ്ട്. ഡ്രോ എ സ്ക്വയർ ക്യൂബ് വരയ്ക്കാൻ. എന്നിട്ട് നടുവിൽ ഇതേ ഡിസ്റ്റൻസിൽ ഇവിടെ ഇടാം, പോയിന്റ് ഇടാം. എന്നിട്ട് ഇവിടെ അഗൈൻ യു ക്യാൻ ഡ്രോ എ സ്ക്വയർ വരയ്ക്കാം. എന്നിട്ട് യു ക്യാൻ ജോയിൻ ദിസ് കോർണേഴ്സ്. ഇങ്ങനെ കോർണർ ജോയിൻ ചെയ്താൽ എഴുതിയിട്ട് ക്യൂബ്. ഇനി ഇത് ക്യൂബോയിഡ് ആണെങ്കിൽ കുറച്ചുകൂടി ലെങ്ത്തിൽ വരയ്ക്കാം. എന്നിട്ട് ഇത് ഇത്ര ലെങ്ത്ത് ഇതേപോലെ തന്നെ ഒരു പെട്ടി അതിൻ്റെ മുകളിൽ വരയ്ക്കാം. എന്നിട്ട് ഇത് ജോയിൻ ചെയ്യാം. ദെൻ യു വിൽ ഗെറ്റ് എ ക്യൂബോയിഡ്. ഓക്കെ, ഇത് ഇതിനുള്ളിലത്തെ ഭാഗമൊന്നും വേണമെങ്കിൽ ഇത് മായ്ച്ചു കളഞ്ഞാൽ മതി, കാണാത്ത. ഓക്കെ, so this is how we are drawing the cube and cuboid. Okay, then നമ്മൾ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോഴും ഒക്കെയാണ് ഈ ഒരു മെഷർമെൻറ്റും അതേപോലുള്ള ഡ്രോയിങ്സും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആവുക. അപ്പോൾ ഈ ഒരു എൻജിനീയർ ആർക്കിടെക്റ്റ് ആണ് ബിൽഡിംഗ് പ്ലാൻ ചെയ്യുന്നത് അല്ലേ, എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആ ബിൽഡിംഗ് പ്ലാൻ ചെയ്യുമ്പോൾ ദേ ഹാവ് ടു ഡ്രോ. അതിനെയാണ് റഫ് സ്കെച്ച് എന്ന് പറയുക. റഫ് സ്കെച്ച് വരയ്ക്കുമ്പോൾ ഫ്ലോർ മാപ്പ് എന്ന് പറയും. ഫ്ലോർ മാപ്പ് വരയ്ക്കുമ്പോൾ നമ്മുടെ ഫ്ലോർ മാത്രമേ കാണൂ, 3D ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ഷേപ്പ് ആയിരിക്കും. അപ്പോൾ റൂമിൻ്റെ വരയ്ക്കുകയാണെങ്കിൽ റൂമിൻ്റെ, എന്നിട്ട് ഇവിടെ ഒരു അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഗർബി ഡോർ, പിന്നെ വിൻഡോ, അങ്ങനെ കാണിക്കും. ഓക്കെ, അപ്പോൾ ഈ ഇങ്ങനെയുള്ളതിന് 2 ഡയമെൻഷണൽ ഡ്രോയിങ്ങിന് അതാണ് ഫ്ലോർ മാപ്പ്. അതിനനുസരിച്ചിട്ട് ലെങ്ത് എത്രയാണ് ബ്രെഡ്ത്ത് എത്രയാണെന്ന് കാണിച്ചിട്ടാണ് അത് അവിടെ നിന്ന് ഹൈറ്റിലേക്ക് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഡോറും വിൻഡോയും ഒക്കെ എവിടെയാണെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ ബുക്കിലെ പിക്ചേഴ്സ് നോക്കിയിട്ട് അത് ഏത് ഷേപ്പാണെന്ന് നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് ഇരിക്കുക കുറേ കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ ചിത്രത്തിൽ നോക്കിയിട്ട് ഇതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലേ, കുറേ പിക്ചേഴ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ look at the given floor map of a house, draw the corner view ഐസോമെട്രിക് പേപ്പർ എന്ന് പറഞ്ഞാൽ ഡോട്ട് പേപ്പർ എന്ന് പറഞ്ഞിട്ട് 1 സ്ക്വയർ വിട്ടിട്ട് 1 യൂണിറ്റ് വിട്ടിട്ടുള്ള ഡോട്ട്സ് ഉള്ള പേപ്പർ ആയിരിക്കും. അപ്പോൾ അതിലാണ് നമ്മൾ ഗ്രാഫ് പേപ്പർ വരെ വരയ്ക്കുക. അപ്പോൾ വരച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു ഡ്രോ. ഇതിൻ്റെ ഈ ഷേപ്പാണ് ഇവിടെ വന്നത്. പിന്നെ അതിൻ്റെ ലെങ്ത്ത് താഴേക്ക് എടുത്തു, ഹൈറ്റ് എടുത്തു അത് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പഠിച്ചാൽ യു വിൽ ബിക്കം ആൻ ആർക്കിടെക്റ്റ്. Okay children, so that's all for this lesson. Okay, thank you.